ഇഷു നമുക്ക് ആലുവക്കാട് ഇഞ്ചി ചായ പിടിക്കാം. അപ്പൊ നമുക്ക് ആലുവക്കാട് ഇഞ്ചി ചായ പിടിക്കാം. ആദ്യം നിങ്ങൾ കാര്യം ചെയ്യാം, കുറച്ച് ഇഞ്ചി, ഇത്രയും ഇഞ്ചി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇതെടുക്കാം. ഇതെന്താ വെച്ചാൽ ആദ്യം കട്ട് ചെയ്യണം, ഇതത് ചതയ്ക്കണം. ഞാൻ സാധാരണ ഈ പറഞ്ഞാല് ചില ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇഞ്ചി ചായ ഞാൻ ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇഞ്ചി ചായ ഇപ്പൊ കുടിക്കാൻ നല്ലതുണ്ട്. ഞാൻ സാധാരണ ചായ കുടി കുടിക്കും, കുടിക്കാൻ ഇതുപോലെ ഇഞ്ചി ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാറുള്ളൂ. ഇനി വേണമെന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളം. ഇപ്പൊ ഞങ്ങൾ 2 പേർക്ക് ചായ ഉണ്ടാക്കുന്നത്, അപ്പൊ നമ്മൾ 1 കപ്പ് വെള്ളം കുടിക്കാം. ഓക്കെ, എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതെല്ലാവർക്കും ഈസിറ്റ് ചെയ്യാം. അതിങ്ങനെ ചെയ്ത അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചതച്ച ഇഞ്ചി ഉണ്ടല്ലോ, ഈ ചതച്ച ഇഞ്ചി അതുപോലെ തന്നെ ഇട്ട് വയ്ക്കുക. ചതക്കണോണ്ട് അല്ലെങ്കിൽ ചതയ്ക്കാൻ തരുത്, കാരണം എന്നാലാണ് ആ തിളയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഈശോന്ന് കരയണ്ടിട്ടാ, ഈ ചായ തിളയ്ക്കണ ആ സമയം കൊണ്ട് ഈശോനോട് കൂടി എടുത്തിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഈശോന് കരണ്ടിരിക്കും. ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം ചെയ്ത് ഇനിയിപ്പോ 1 കപ്പ് പാല്, നമ്മളിപ്പോ 2 പേർക്ക് ചായ എടുക്കണം, അപ്പൊ അതുകൊണ്ട് ആ 1 കപ്പ് പാലാണ്. ഇതിപ്പോ ഈ പാല് തിളപ്പിച്ചാറ്റിയ പാലാണ് കേട്ടോ. ശരിക്കും ചൂടോടെ ആ പാല് നമുക്ക് അതിൽ ഒഴിക്കുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് കൂടും. അപ്പൊ നമ്മൾ ആദ്യം പാല് തിളപ്പിച്ചിട്ട് ചെറിയൊരു ചൂടിൽ നമ്മൾ ഇതിലേക്ക് ഇടണം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. ഇതിൽ ഇനിയിപ്പോൾ പഞ്ചസാരയും ചായ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടീസ്പൂൺ ചായപ്പൊടി. ഇപ്പം നമ്മുടെ ഇതുള്ള ടീസ്പൂണൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ കുറച്ച് കടുപ്പം വേണം. അങ്ങനെയുള്ളതിൽ കുറച്ച് 2 ടീസ്പൂൺ തന്നെ കുഴപ്പമൊന്നുമില്ല. 1 സ്പൂൺ പഞ്ചസാര മാക്സിമം കുറയ്ക്കട്ടെ, എന്നാലും ചായക്ക് ചെറിയൊരു മധുരമില്ലെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് 1 ടീസ്പൂൺ ഓക്കെ. എന്താ ഇഷ്യൂ? ഇത് നന്നായിട്ട് ഇളകണം. ഇപ്പം നമ്മൾ ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളയ്ക്കണ വരെ ഇതിങ്ങനെ കൊണ്ടിരിക്കുന്നതുപോലെ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഈ ഫ്ലെയിം കുറച്ച് സ്ലോ ആക്കണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഫ്ലെയിം കുറച്ച് ഹൈ ആക്കി കഴിഞ്ഞാൽ തിളച്ച് ചാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് എടുത്തില്ല. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ കറക്റ്റ് ആ പാകത്തിനനുസരിച്ചും ഈ ഫ്ലെയിമും ഹൈമിൽ ഓടാനായിട്ട്, എന്നാലും അതിന്റെ ടേസ്റ്റ് എടുക്കും. ഇപ്പൊ ശരിയായിട്ട് ഇപ്പൊ റെഡിയാവും. ഇഷ്യൂ സാധാരണ ചായ കൂടി കുറവാണ്, എന്നാലും എടുക്കുന്ന എല്ലാവർക്കും ചായ കുടിക്കാറുണ്ട്. ഇഞ്ചി ചായ ഇങ്ങനെ നല്ലതാണല്ലോ. കാരണം വേറെ നല്ല ഇഞ്ചി ചായ കുടിക്കാൻ നല്ലതാണ്, നമുക്ക് വയറിന് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ചായയൊക്കെ 1 കപ്പ് ചായ കുടിച്ചാൽ മതി. കാരണം ഒരുപാട് ചായ കുടിച്ചത് നല്ലതല്ല. അപ്പൊ നല്ല ചായ 6 മണിക്ക് കുടിക്കാറുണ്ട്. ഇന്നിപ്പോ കുറച്ച് ലേറ്റ് ആയി മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് ഇഞ്ചി ചായ കുടിച്ചിട്ട് അത് ഷൂട്ട് ചെയ്തിടാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ലേറ്റ് ആയത്. മുന്നേറ്റം മാത്രമേ ഉള്ളൂ. ഇപ്പൊ വൈകിട്ട് രാവിലെ ജോലിക്ക് പോകും. അത് നിങ്ങൾ ചോദിക്കുന്നത് എനിക്കെന്താ പണിയെന്ന് ചോദിക്കും. ശരിക്കും ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ട്രേഡിംഗ് ഞാൻ ചെയ്യണേ. അപ്പൊ അത് ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഇടാം, നിങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടെ. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് സ്ലോ ആക്കാം. ഇനി തിളച്ച് കാണും. ഇനി ഇത് അരിച്ച് കേട്ടോ. ഞാൻ അരിപ്പയിൽ അരിച്ച് ഇത് 2 ഗ്ലാസ് എടുത്തിട്ട് ഈ ചായ ഇതിലേക്ക് ഒഴിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ചെറിയ കപ്പിലേക്ക് ചായ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ കടയിൽ കിട്ടുന്ന പതയൊക്കെ കിട്ടണമെങ്കിലേ നമ്മൾ നന്നായിട്ട് ഇതുപോലെ വലുതാക്കി ഒഴിച്ചു, അതായത് നല്ല ഹൈന് ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ പത ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉള്ളൂ ചായക്ക്. ഇപ്പൊ ഞാൻ കടയിലൊക്കെ ചായ കുടിക്കുമ്പോൾ ഈ പത ഇല്ലാണ്ടൊന്നും ഞാൻ ചായ കുടിക്കില്ല. അപ്പൊ അവരോട് നന്നായിട്ട് ഒഴിക്കാൻ ഇതുപോലെ പറയും. അവർക്കറിയത് എന്നാലും ചായ ആവത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആലുവക്കാരുടെ ഇഞ്ചി ചായ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വയറും നല്ലതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഞങ്ങളും കുടിക്കട്ടെ. Hello, ini jam. Anu.